ചാപ്റ്റർ 2 സൊല്യൂഷൻസ്. ഈ ചാപ്റ്ററിൻ്റെ സെക്കൻഡ് വോള്യം എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒരു ചാപ്റ്റർ കൂടി ഈ വർഷം നമുക്ക് പഠിക്കാനുണ്ട്. അത് 5th ചാപ്റ്ററായ സർഫസ് കെമിസ്ട്രിയാണ്. ഈ ചാപ്റ്റർ ഭംഗിയായി പഠിച്ചാൽ സർഫസ് കെമിസ്ട്രി പഠിക്കാൻ വളരെ ഈസി ആയിരിക്കും. നമുക്ക് 5 ഫിസിക്കൽ കെമിസ്ട്രി ചാപ്റ്റേഴ്സാണ് ഈ വർഷം പഠിക്കാനുള്ളത്. ഫിസിക്സുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതുകൊണ്ട് തന്നെ അവയിൽ ധാരാളം ഇക്വേഷൻസ്, ഡെറിവേഷൻസ്, പ്രോബ്ലംസ്, ഗ്രാഫൊക്കെ ഉണ്ടായിരിക്കും. അവയിൽ നമുക്ക് ഈസി ആയിട്ട് പഠിച്ചെടുക്കാം. സോ ലെറ്റ് us സ്റ്റാർട്ട്. സൊല്യൂഷൻസ് എന്നുള്ള ചാപ്റ്റർ നമ്മൾ +1 പഠിച്ച സം ബേസിക് കൺസെപ്റ്റ്സ് ഇൻ കെമിസ്ട്രി എന്ന ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. അതായത് നമ്മൾ ആ ചാപ്റ്ററിൽ മാറ്ററിൻ്റെ ക്ലാസിഫിക്കേഷൻ കണ്ടിരുന്നു. മാറ്ററിൻ്റെ ക്ലാസിഫിക്കേഷൻ, മിക്സേഴ്സ് ആൻഡ് പ്യുവർ സബ്സ്റ്റൻസ്. അതിൽ മിക്സറിൻ്റെ ക്ലാസിഫിക്കേഷൻ ഹോമോജീനിയസ് മിക്സേഴ്സ് ആൻഡ് ഹെട്രോജീനിയസ് മിക്സേഴ്സ് എന്നായിരുന്നു. അപ്പോൾ അതിലെ ഹോമോജീനിയസ് മിക്സറിൽ പെട്ടതാണ് നമ്മളിപ്പോൾ പഠിക്കുന്ന സൊല്യൂഷൻസ് എന്ന് പറഞ്ഞാൽ ഹോമോജീനിയസ് മിക്സേഴ്സ് വിച്ച് കണ്ടെയ്ൻ 2 or more കമ്പോണൻറ്റ്സ്. 2 അതിലധികമോ കമ്പോണൻസ് ഉള്ള ഹോമോജീനിയസ് മിക്സറാണ് നമ്മുടെ സൊല്യൂഷൻസ്. അപ്പോൾ ഈ ഹോമോജീനിയസ് മിക്സർ എന്താണ്? ഹോമോജീനിയസ് സൊല്യൂഷൻ അല്ലെങ്കിൽ ഹോമോജീനിയസ് മിക്സർ? ഇറ്റ് ഈസ് എ ഹോമോജീനിയസ് സൊല്യൂഷൻ. എ സൊല്യൂഷൻ ഹുസ് കോൺസെൻട്രേഷൻ ആൻഡ് പ്രോപ്പർട്ടീസ് ആർ യൂണിഫോം ത്രൂ ഔട്ട് ദ മിക്സർ. ഇത് കോമ്പോസിഷനും പ്രോപ്പർട്ടീസും ഒക്കെ ഒരേപോലെ ആയിരിക്കും. ഇതിൽ 1 അധികം 2 3 കമ്പോണൻസ് ഉണ്ടായിരിക്കും അതിൽ. പക്ഷേ കാണുമ്പോൾ ഒറ്റ കമ്പോണൻ്റ് ആയിട്ട് തോന്നുള്ളൂ. യൂണിഫോം കോൺസെൻട്രേഷൻ, യൂണിഫോം പ്രോപ്പർട്ടീസ്. അതുകൊണ്ട് ഇതൊരു ഹോമോജീനിയസ് മിക്സർ അല്ലെങ്കിൽ ഹോമോജീനിയസ് സൊല്യൂഷനാണ്. ഒരു ഹോമോജീനിയസ് സൊല്യൂഷൻ, ഇവിടെ ഒരു ഹോമോജീനിയസ് സൊല്യൂഷൻ്റെ പ്രിപ്പറേഷനാണ് കാണിക്കുന്നത്. ഒരു സബ്സ്റ്റൻസ് നമ്മൾ വാട്ടറിലേക്ക് ഇട്ടു, ഏതോ ഒരു സബ്സ്റ്റൻസ് വാട്ടറിലേക്ക് ഇട്ടു. അതായത് 2 കമ്പോണൻസ് ഉണ്ടെന്ന് അർത്ഥം. ഈ 2 കമ്പോണൻസ് ഇവിടെ ഉണ്ടെങ്കിൽ കൂടി ഇത് ഉണ്ടായി കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? നമുക്ക് ഒരു കമ്പോണൻ്റ് ഉള്ളതുപോലെ തോന്നുന്നുള്ളൂ. അത് യൂണിഫോം കോൺസെൻട്രേഷനായിട്ട് മാറി. അതുകൊണ്ട് അതൊരു ഹോമോജീനിയസ് സൊല്യൂഷനാണ്. അപ്പോൾ സൊല്യൂഷൻസിൻ്റെ ഡെഫിനിഷൻ എന്താണ്? സൊല്യൂഷൻസ് ആർ ഹോമോജീനിയസ് മിക്സേഴ്സ് കണ്ടെയ്നിങ് 2 or more കമ്പോണൻറ്റ്സ്. ഇപ്പോൾ പ്യുവർ സബ്സ്റ്റൻസിൻ്റെ ക്ലാസിഫിക്കേഷനൊക്കെ നമ്മൾ ഫസ്റ്റ് ഇയർ പഠിച്ചതാണ്. അതിപ്പോൾ ഇവിടെ അത്ര അത്യാവശ്യമില്ലാത്തതുകൊണ്ട് പറയുന്നില്ല. അപ്പോൾ മിക്സേഴ്സിലെ ഹോമോജീനിയസ് മിക്സറിൽ പെട്ടതാണ് നമ്മുടെ സൊല്യൂഷൻസ്. ഹോമോജീനിയസ് മിക്സറിൽ എല്ലാ ഭാഗത്തും ഒരേ കോൺസെൻട്രേഷനും അല്ലെങ്കിൽ ഒരേ കോമ്പോസിഷനും അതുപോലെ എല്ലാ ഭാഗത്തും ഒരേ പ്രോപ്പർട്ടി ആയിരിക്കും. 2 അതിലധികമോ കമ്പോണൻസ് ഒരു സൊല്യൂഷനിൽ ഉണ്ടായിരിക്കും. ഇത്തരം കാര്യങ്ങൾ നമുക്ക് മനസ്സിലായി കഴിഞ്ഞു. അപ്പോൾ ഈ 2 കമ്പോണൻറ്റ് മാത്രമേ ഉള്ളൂ സൊല്യൂഷനിലെങ്കിൽ ആ സൊല്യൂഷനെ വിളിക്കുന്ന പേരാണ് ബൈനറി സൊല്യൂഷൻ. സൊല്യൂഷൻ വിച്ച് കണ്ടെയ്ൻ ഓൺലി 2 കമ്പോണൻറ്റ്സ്. ആകെ 2 കമ്പോണൻ്റ് ഒരു സൊല്യൂഷൻ ഉള്ളെങ്കിൽ അതിനെ ബൈനറി സൊല്യൂഷൻ എന്ന് വിളിക്കുന്നു. ബൈനറി സൊല്യൂഷനിലെ 2 കമ്പോണൻറ്റ് ഏതൊക്കെയായിരിക്കും? കൂടുതലുള്ള കമ്പോണൻറ്റിനെ സോൾവെൻ്റ് എന്നും കുറച്ചുള്ളതിനെ സൊല്യൂട്ട് എന്നും വിളിക്കും. The component which is present in larger amount is solvent and the component which is present in smaller quantity is known as solute. ഇവിടെ ഇത് കൂടുതലുണ്ട്, ഈ ബ്ലൂ ആയിട്ടുള്ള ഭാഗം കൂടുതലാണ്, അത് സോൾവെൻ്റാണ്. ഇതാണ് അതിൽ സൊല്യൂട്ട് പാർട്ടിക്കിൾസ് ആണ് ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് സോൾവെൻറ്റും സൊല്യൂട്ടും ഏകദേശം ഒരു ഐഡിയ കിട്ടി. അതായത് ഒരു ബൈനറി സൊല്യൂഷനാണ്, 2 കമ്പോണൻ്റ് ഉണ്ട്. ഈ ഗ്രീൻ കളറിൽ കാണിച്ചിരിക്കുന്നത് കുറച്ചേ ഉള്ളൂ, അത് സൊല്യൂട്ടാണ്. മറ്റു ഭാഗം ഈ ബ്ലൂ കളറിലുള്ളത് കൂടുതലെണ്ണുള്ളത് സോൾവെൻ്റാണ്. ഇതാണ് സൊല്യൂട്ട് സോൾവെൻറ്റും തമ്മിൽ ആ വ്യത്യാസം. അതായത് ബൈനറി സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ആകെ 2 കമ്പോണൻ്റ് ഉണ്ടായിരിക്കുള്ളൂ. അതിൽ ലാർജർ ക്വാണ്ടിറ്റി ഉള്ള സോൾവെൻറ്റും സ്മോളർ ക്വാണ്ടിറ്റി ഉള്ളത് സൊല്യൂട്ടും ആയിരിക്കും. ഇനി നമ്മൾ സോൾവെൻറ്റ് വാട്ടർ ആണെങ്കിൽ, നമ്മളിപ്പോൾ എക്സാമ്പിൾ പറഞ്ഞപ്പോൾ വാട്ടറായിരുന്നു എടുത്തിരുന്നത് സോൾവെൻ്റായിട്ട്. ആ വാട്ടറാണ് സോൾവെൻ്റെങ്കിൽ അതിനെ പ്രത്യേകമായിട്ട് അക്വസ് എന്നുള്ളൊരു വാക്ക് ഉപയോഗിക്കുക സൊല്യൂഷന്. ഇറ്റ് ഈസ് എൻ അക്വസ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം വാട്ടറാണ് അവിടെ സോൾവെൻറ്റ്. ഏതോ ഒരു സബ്സ്റ്റൻസ് വാട്ടറിൽ അലിയിച്ചതാണ്. സോൾവെൻറ്റ് വാട്ടർ എന്നാണ് അക്വസ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം. ടൈപ്സ് ഓഫ് ബൈനറി സൊല്യൂഷൻസ്. ഈ ബൈനറി സൊല്യൂഷൻസിനെ ഈ സോൾവെൻറ്റിൻ്റെ ഫിസിക്കൽ സ്റ്റേറ്റിൻ്റെ അനുസരിച്ചിട്ട് 9 ഗ്രൂപ്പുകളാക്കിയിട്ടുണ്ട്. 9 ഗ്രൂപ്പ്സ്. ഇതിൻ്റെ ബേസിലാണ് ഫിസിക്കൽ സ്റ്റേറ്റ് ഓഫ് സോൾവെൻറ്റ്. അതായത് സോൾവെൻറ്റ് ഗ്യാസ് ആണെങ്കിൽ അതിനെ ഗേഷ്യസ് സൊല്യൂഷൻ, അങ്ങനെ 3 എണ്ണം. സോൾവെൻറ്റ് ലിക്വിഡ് ആണെങ്കിൽ വീണ്ടും 3 എണ്ണം, അത് ലിക്വിഡ് സൊല്യൂഷൻസ് എന്നറിയപ്പെടും. ഇനി സോൾവെൻറ്റ് സോളിഡ് ആണെങ്കിൽ സോളിഡ് സൊല്യൂഷൻസ് എന്നറിയപ്പെടും, അതും 3 എണ്ണം. അങ്ങനെ ആകെ 9 ടൈപ്പാണ് ബൈനറി സൊല്യൂഷൻസ് ഉള്ളത്. അതിൽ ഫസ്റ്റ് വൺ ഗേഷ്യസ് സൊല്യൂഷൻസ്. ഇപ്പോൾ ഗേഷ്യസ് സൊല്യൂഷൻസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സോൾവെൻറ്റ് ഈസ് ഗ്യാസ്. സോൾവെൻറ്റ് ഗ്യാസ് ആകുമ്പോൾ സൊല്യൂട്ട് ഏതൊക്കെ വരാം? സോളിഡ് ആവാം, ലിക്വിഡ് ആവാം, ഗ്യാസ് ആവാം സൊല്യൂട്ട്. അപ്പോൾ അതിൽ ആദ്യം നമ്മൾ ഗ്യാസ് ആണ് കണക്കെടുക്കുന്നത്. സോൾവെൻറ്റ് ഗ്യാസ്, സൊല്യൂട്ട് ഗ്യാസ്, അങ്ങനെ ഒരു സൊല്യൂഷൻ, ബൈനറി സൊല്യൂഷൻ. അതിനൊരു എക്സാമ്പിൾ ഏതാ? നമുക്ക് ഏറ്റവും കോമൺ എക്സാമ്പിളായിട്ട് നമുക്ക് എയറിനെ പറയാം. എയർ ഈ ഒരു ഗേഷ്യസ് സൊല്യൂഷനാണ്. എങ്ങനെയുള്ള ഗേഷ്യസ് സൊല്യൂഷനാണ്? ഗ്യാസ് ഇൻ ഗ്യാസ്.
ഗ്യാസ് സൊല്യൂട്ട്, ഗ്യാസ് സോൾവെൻറ്റ്. അതായത് കുറേ ഗ്യാസസ് ഹോമോജീനിയസ് ആയിട്ട് മിക്സ് ചെയ്ത് കിടക്കുകയാണ് എയറിൽ. അല്ലെങ്കിൽ നമുക്ക് വേറെ എക്സാമ്പിളായിട്ട് ഓക്സിജൻ നൈട്രജൻ മിക്സർ. ഏതെങ്കിലും ഇപ്പോൾ നൈട്രജൻ, കുറേ നൈട്രജനിൽ കുറച്ച് ഓക്സിജൻ, കുറേ ഓക്സിജനിൽ കുറച്ച് നൈട്രജൻ, അതൊക്കെ എന്താണ് ഗേഷ്യസ് സൊല്യൂഷൻസ് ആണ്, ഹോമോജീനിയസ് ആണ്. നമ്മുടെ എയറിൽ തന്നെ കുറേ ഗ്യാസ് ഉണ്ട്, പക്ഷെ നമുക്കൊന്നും അങ്ങനെ ഓക്സിജനും നൈട്രജനും കാർബൺ അങ്ങനെ വേറെ വേറെ കാണാനൊന്നും പറ്റുന്നില്ല. അതാണ് ഹോമോജീനിയസ് എന്ന് പറഞ്ഞാൽ. സെപ്പറേറ്റ് ബൗണ്ടറി ഒന്നും ഉണ്ടാവുന്നില്ല, നമുക്ക് സെപ്പറേറ്റ് മനസ്സിലാവില്ല കണ്ടാൽ. അതാണ് ഹോമോജീനിയസ് സൊല്യൂഷൻ, ഹോമോജീനിയസ് മിക്സർ. അടുത്തത് ലിക്വിഡ് ആൻഡ് ഗ്യാസ്. അതായത് ഗ്യാസാണ് സോൾവെൻറ്റ്, കുറേ അധികം ഗ്യാസ്, കുറച്ച് ലിക്വിഡ്, അതിൽ കുറച്ച് ലിക്വിഡ് ഡിസോൾവ് ചെയ്തെടുക്കുന്നു. അതാണ് സോൾവെൻറ്റ്, ഗ്യാസും സൊല്യൂട്ട്, ലിക്വിഡ് എന്നർത്ഥം. അതിനൊരു എക്സാമ്പിൾ ഏത് പറയാം? നമുക്ക് മോയ്സ്ചർ പറയാം. അതായത് വാട്ടർ ഡ്രോപ്ലെറ്റ്സ് കുറേ എയർ ഗ്യാസ്, കുറേ എയറിൽ വാട്ടർ ഡ്രോപ്ലെറ്റ്സ് നിൽക്കുന്നതാണ് നമ്മുടെ മോയ്സ്ചർ എന്ന് പറയുന്നത്, ഈർപ്പം, മോയ്സ്ചർ. അല്ലെങ്കിൽ ക്ലോറോഫോം മിക്സർ വിത്ത് നൈട്രജൻ ഗ്യാസ്. നൈട്രജൻ ഗ്യാസ്, ക്ലോറോഫോം ലായനി, ക്ലോറോഫോം സൊല്യൂഷൻ, ലിക്വിഡ് സൊല്യൂഷൻ, നൈട്രജൻ ഗ്യാസ് ഇട്ട് മിക്സ് ചെയ്താൽ ഈ സെക്കൻഡ് ടൈപ്പിന് എക്സാമ്പിളായി. കോമൺ എക്സാമ്പിൾ മോയ്സ്ചർ. ഇനി തേർഡ് വൺ സോളിഡ് ആൻഡ് ഗ്യാസ്. ഗ്യാസ്, കുറേ ഗ്യാസ്, അതിൽ കുറച്ച് സോളിഡ് ഡിസോൾവ് ചെയ്തെടുക്കുന്നു. അതിനൊരു എക്സാമ്പിളായിട്ട് നമുക്ക് എന്ത് പറയാം? സ്മോക്ക്. കോമൺ എക്സാമ്പിളാണ് ആദ്യം ഞാൻ പറഞ്ഞത്. സ്മോക്ക് ഒരു എക്സാമ്പിളാണ്. സ്മോക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ കാർബൺ പാർട്ടിക്കിൾസ് ആണ് ശരിക്കും ഇതിലുള്ളത്, കരി. അപ്പോൾ കാർബൺ പാർട്ടിക്കിൾസ് സോളിഡാണ്. ആ സോളിഡായുള്ള കാർബൺ പാർട്ടിക്കിൾസ് എയറിൽ നിൽക്കുന്നതാണ് നമ്മുടെ സ്മോക്ക്. അപ്പോൾ സ്മോക്ക് സോളിഡ് ഇൻ ഗ്യാസ് എന്നുള്ള ടൈപ്പ് സൊല്യൂഷനാണ്, ഗേഷ്യസ് സൊല്യൂഷനാണ്. വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കാംഫർ, കർപ്പൂരം. കാംഫറിൻ നൈട്രജൻ ഗ്യാസ്. കാംഫർ സോളിഡാണ്, നൈട്രജൻ ഗ്യാസ്, നൈട്രജൻ ഇസ് എ ഗ്യാസ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഗേഷ്യസ് സൊല്യൂഷൻസ്. ഗേഷ്യസ് സൊല്യൂഷൻസിന് ഓരോ ടൈപ്പിനും ഓരോ എക്സാമ്പിൾ, അല്ലെങ്കിൽ 2 എക്സാമ്പിളൊക്കെ വിധം പറഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്ത ലിക്വിഡ് സൊല്യൂഷൻ. എന്താണ് ലിക്വിഡ് സൊല്യൂഷൻ്റെ പ്രത്യേകത? സോൾവെൻറ്റ് ഈസ് ലിക്വിഡ്. സോൾവെൻറ്റ് എപ്പോഴും ലിക്വിഡ് ആണെങ്കിൽ അത് ലിക്വിഡ് സൊല്യൂഷനാണ്. അപ്പോൾ സോൾവെൻറ്റ് ലിക്വിഡ് ആയിട്ടുള്ള, അതുപോലെ നമുക്ക് വീണ്ടും സോല്യൂട്ട് എന്തൊക്കെ എടുക്കാം? സോളിഡ് ആവാം, ലിക്വിഡ് ആവാം, ഗ്യാസ് ആവാം. അങ്ങനെ വീണ്ടും അതാണ് 3 ടൈപ്പ് ലിക്വിഡ് സൊല്യൂഷൻ. അപ്പോൾ ഫസ്റ്റ് ഗ്യാസ് ലിക്വിഡ്, ഈ കോമ്പിനേഷനാണ് എടുക്കുന്നത്. കുറേ ലിക്വിഡ്, കുറച്ച് ഗ്യാസ്. നമ്മുടെ കോമൺ എക്സാമ്പിൾ സോഡ അല്ലേ? സോഡ വാട്ടറിൽ കുറച്ച് CO2 കുറേ വെള്ളത്തിൽ അലിയിച്ചതാണ്. നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡ് കുറേ അലിയിച്ചതാണ് എന്ത്? സോഡ വാട്ടർ. അപ്പോൾ സോഡയാണ് കോമൺ എക്സാമ്പിൾ. വേറെ എക്സാമ്പിൾ എന്ത് പറയാം? ഓക്സിജൻ ഡിസോൾഡ് ഇൻ വാട്ടർ, അല്ലെങ്കിൽ നൈട്രജൻ ഡിസോൾഡ്, ഏതും പറയാം. അപ്പോൾ ഇത് ഈ ഫസ്റ്റ് ടൈപ്പിന് എക്സാമ്പിളാണ്. ഇനി സെക്കൻഡ് ടൈപ്പ് ലിക്വിഡ് ഇൻ ലിക്വിഡ്. ഏതാണ് ലിക്വിഡിന് എക്സാമ്പിൾ? ലിക്വിഡിന് എക്സാമ്പിളായിട്ട് നമുക്ക് എന്ത് പറയാം? എഥനോൾ. എഥനോൾ ഡിസോൾഡ് ഇൻ വാട്ടർ. അത് യൂണിഫോം കോൺസെൻട്രേഷനാണ്, ഹോമോജീനിയസ് സൊല്യൂഷൻ കിട്ടി. അടുത്തത് എന്താണ് എക്സാമ്പിൾ? സോളിഡ് ഇൻ വാട്ടർ. ഗ്ലൂക്കോസ് ഡിസോൾഡ് ഇൻ വാട്ടർ. സോളിഡ് ഇൻ വാട്ടറിന് എക്സാമ്പിളാണ് ഗ്ലൂക്കോസ് ഡിസോൾഡ് ഇൻ വാട്ടർ. അവിടെ നമുക്ക് എന്താ കിട്ടി? യൂണിഫോം കോൺസെൻട്രേഷനുള്ള ഹോമോജീനിയസ് സൊല്യൂഷൻ കിട്ടി. അപ്പോൾ ലിക്വിഡ് സൊല്യൂഷൻസ് എല്ലാം പറഞ്ഞു കഴിഞ്ഞു. അടുത്തത് സോളിഡ് സൊല്യൂഷൻ. സോളിഡ് സൊല്യൂഷന് സോൾവെൻ്റ് ഏതാണ്? സോളിഡ്. അപ്പോൾ സൊല്യൂട്ട് ഏതൊക്കെയാവാം? സോളിഡ് ആവാം, ലിക്വിഡ് ആവാം, ഗ്യാസ് ആവാം. അപ്പോൾ അതിൽ ഫസ്റ്റ് ഗ്യാസ് ലിക്വിഡ് കോമ്പിനേഷനാണ് നമ്മൾ എടുക്കുന്നത്. ഗ്യാസ്, കുറച്ച് ഗ്യാസ്, കുറേ സോളിഡിൽ. അതിന് എക്സാമ്പിളാണ് പലേഡിയം എന്നുള്ള സോളിഡിൽ കുറച്ച് ഹൈഡ്രജൻ ഗ്യാസ്, ഒക്ലൂഷൻ ആണ് ആ പ്രോസസ്സിനെ പറയുക, ഹൈഡ്രജൻ ഗ്യാസ് അബ്സോർബ് ചെയ്യുക. അപ്പോൾ അതാണ് നമ്മൾ ഹൈഡ്രോജനേഷനൊക്കെ പലേഡിയം ആൻഡ് ഹൈഡ്രജൻ ഉപയോഗിക്കാറുണ്ട്. പ്ലാറ്റിനം ആൻഡ് ഹൈഡ്രജൻ, പലേഡിയം ആൻഡ് ഹൈഡ്രജൻ എന്നുള്ള കോമ്പിനേഷൻ നമ്മൾ ഹൈഡ്രോജനേഷനിൽ ഉപയോഗിച്ചായിട്ട് ഹൈഡ്രജൻ ചാപ്റ്ററിൽ കഴിഞ്ഞ വർഷം കണ്ടതാണ്. അപ്പോൾ അത് ഈ പലേഡിയത്തിൻ്റെ പ്രത്യേകതയാണ്, കുറേ ഹൈഡ്രജൻ ഗ്യാസിനെ അബ്സോർബ് ചെയ്യാനുള്ള കഴിവുണ്ട്. അങ്ങനെ യൂണിഫോം കോൺസെൻട്രേഷനിലൊരു മിക്സർ അല്ലെങ്കിൽ സൊല്യൂഷൻ ഉണ്ടാവും. അപ്പോൾ ഒക്ലൂഷൻ എന്നാണ് ആ പ്രോസസ്സിൻ്റെ പേര്. അപ്പോൾ സോളിഡ്, കുറേ സോളിഡ്, കുറച്ച് ഗ്യാസ്, അങ്ങനെയുള്ള സൊല്യൂഷൻ എക്സാമ്പിളാണ് സൊല്യൂഷൻ ഓഫ് ഹൈഡ്രജൻ ഇൻ പലേഡിയം. സെക്കൻഡ് വൺ കുറേ അധികം സോളിഡ്, അതായത് സോളിഡ് സോൾവെൻറ്റും സൊല്യൂട്ട് ലിക്വിഡുമായിട്ട്. അതിനൊരു എക്സാമ്പിളാണ് മെർക്കുറി ആൻഡ് സോഡിയം. അതായത് കുറച്ച് മെർക്കുറി സോഡിയത്തിൽ ആയിട്ട് സൊല്യൂഷൻ ഉണ്ടാക്കുക. അപ്പോൾ ഏത് മെറ്റലും മെർക്കുറി ആയിട്ട് ചേർന്നാൽ അതിനെ അമാൽഗം എന്നാണ് വിളിക്കുക. മെർക്കുറിയിലുള്ള ഒരു മെറ്റലിൻ്റെ സൊല്യൂഷനെ വിളിക്കുന്ന പേരാണ് അമാൽഗം. അപ്പോൾ സോഡിയം അമാൽഗമാണ് നമ്മൾ എക്സാമ്പിളായിട്ട് ഇപ്പോൾ പറയുന്നത്. അതായത് സോഡിയം, കുറേ അധികം സോഡിയം കുറച്ച് മെർക്കുറിയിൽ ഡിസോൾവ് ചെയ്താൽ സോഡിയം അമാൽഗമാവും. അത് എന്തിന് എക്സാമ്പിളാണ്? സോളിഡ് സൊല്യൂഷനാണ്. എങ്ങനെയുള്ള സോളിഡ് സൊല്യൂഷനാണ്? ലിക്വിഡ് സോളിഡ് എന്നുള്ള എക്സാമ്പിളാണ്. ഇനി സോളിഡ്. ഈ സോളിഡിന് എക്സാമ്പിൾ നമ്മുടെ കോമൺ എക്സാമ്പിളാണ് എന്ത്? നമ്മൾ സാധാരണ ആഭരണങ്ങളൊക്കെ ഉണ്ടാകാൻ ഉപയോഗിക്കുന്ന ഗോൾഡ്.
ഗോൾഡ് എന്ന് പറഞ്ഞാൽ അത് പ്യുവർ ഗോൾഡ് അല്ല, അതിലേക്ക് എന്ത് ചേർത്തിട്ടുണ്ട്, കോപ്പർ ചേർത്തിട്ടുള്ള ഒരു അലോയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ വളരെ സോഫ്റ്റ് ആയിരിക്കും ഗോൾഡ്, അത് നമുക്ക് എന്തിനു ഉപയോഗിക്കാൻ പറ്റില്ല, ജ്വല്ലറിയിൽ ഉപയോഗിക്കാൻ പറ്റില്ല, പെട്ടെന്ന് പൊട്ടിപ്പോവും. അപ്പോൾ കോപ്പർ ചേർക്കുന്നതനുസരിച്ച് അതിൻ്റെ ഹാർഡ്നെസ് കൂടി വരും. അപ്പോൾ കോപ്പറിൻ്റെ അളവനുസരിച്ചിട്ട് പലതരം ഗോൾഡ് ഉണ്ട് അല്ലേ, 916 ഗോൾഡ്, അങ്ങനെ പല ടൈപ്പ് ഗോൾഡുകളുണ്ട്. അപ്പോൾ എന്താണ് എല്ലാ അലോയ്സും സോളിഡ് ആയിട്ടുള്ള സൊല്യൂഷനാണ്. സോളിഡ് ടൈപ്പിൽ പെടുന്നതാണ് എല്ലാ അലോയ്സും. അപ്പോൾ അത്തരത്തിലുള്ള ഒരു അലോയാണ് ഏത്, ഈ ഗോൾഡ്. നമ്മൾ ആഭരണങ്ങളൊക്കെ ഉപയോഗിക്കുന്ന ഗോൾഡ് സോളിഡ് സൊല്യൂഷന് എക്സാമ്പിളായിട്ട് പറയാം. സോ വി ഹാവ് സീൻ വാട്ട് ഈസ് സൊല്യൂഷൻ, different types of binary solutions, and next we have to discuss the different modes of expressing the concentration of a solution. Thank you.